ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വന്തമായിട്ട് തേയിലത്തോട്ടം, പിന്നെ ഒരു ടീ ഫാക്ടറി, പിന്നെ വ്യൂ പോയിൻറ്റ്സ്, പിന്നെ ജീപ്പ് റൈഡ്, അതുപോലെ തന്നെ കയാക്കിങ്, ഇങ്ങനത്തെ ധാരാളം ആക്ടിവിറ്റീസൊക്കെയുള്ള ഒരു പ്ലാന്റേഷൻ റിസോർട്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേയുടെ ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഈ ഒരു ചെറിയ പാലം കണ്ടോ, ഇവിടെ നേരെ വന്നതാ, ഇവിടെയാണ് നമ്മുടെ റൂം. റിവേറ എന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റൂംസിൻ്റെ പേര്. റൂംസിൽ നിന്ന് തന്നെ പിന്നിലുള്ള ആ ചെറിയ ലേക്കും ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതാ അപ്പുറത്തെ വുഡൻ ഷാലറ്റ്സ്, വുഡൻ റൂം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റൂം ഒന്ന് കയറി കാണാം. ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ, കിടിലൻ റൂം. ഈ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ, എല്ലാവരും മുഴുവനായിട്ട് കണ്ടോ. ചെറിയൊരു കബോർഡ്, ടി വി ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ, ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സെറ്റ് ബോക്സ്, കബോർഡിനകത്ത് ഹാങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വാഷ്റൂം അത്യാവശ്യം വലുപ്പമുള്ള വാഷ്റൂമാണ്. ഷവർ ഏരിയ ഗ്ലാസ് വെച്ചല്ല സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന, കർട്ടൺ വെച്ചിട്ടാണ്. ടവൽസും കാര്യങ്ങളും അതുപോലെ അമ്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാണ്. ഇങ്ങനെയുണ്ട്, നല്ല സ്പേഷ്യസ് അല്ലേ. എൻ്റെ ഒരു അട്രാക്ഷൻ നമുക്ക് നേരെ ആ ഒരു ലേക്കിൻ്റെ വ്യൂ ആണ് കിട്ടുന്നത് കണ്ടോ. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ നടന്നും പോകാം കേട്ടോ. അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജീപ്പ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ റൂംസ് ഇതേ അവിടെയായിരുന്നു കേട്ടോ. റിവേറ എന്ന് പറയുന്ന ടൈപ്പ് റൂംസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് വൈകിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. വൈകിട്ട് 6 മണിയായി. ഇവിടെ കണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ. ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഒരു അവരിങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകാനായിട്ട് ഇതാ കണ്ടോ, നേരെ ആ പുറയിലുള്ള ആർട്ടിഫിഷ്യൽ ലേക്കിലോട്ട് പോയി ചേരും. അവിടെയാണ് കയാക്കിങ്ങും. അവിടെ ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വുഡൻ ടൈപ്പ് റൂംസ് ഉള്ളത് അവിടെയാണ് കേട്ടോ. അതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയും ഒക്കെ, അതാണ് കുറച്ചുകൂടെ എന്താ പറയുക. പക്ഷേ നമ്മൾ അതിത്തിരി കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. എല്ലായിടത്തും ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാർക്കിങ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി കാണാം. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടീ ഫാക്ടറി വിസിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ അട്ടയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ, മഴക്കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ, അതുപോലെ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് മാത്രമല്ല റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മുകളിലത്തെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോകാം, പക്ഷേ അവിടെ ഗസ്റ്റ് അല്ലാതെ പുറത്തുനിന്നുള്ളവരും വരും കേട്ടോ. അതൊരു പബ്ലിക് റെസ്റ്റോറൻ്റ് ആണ് ഇവരുടെ. തേയില എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ടീ ഫാക്ടറി കേട്ടോ. ഞങ്ങൾ എന്തായാലും നടന്നു നോക്കുകയാണ്. നാളെ എന്തായാലും മഴ കുറവാണെങ്കിൽ ഞങ്ങൾ ജീപ്പ് റൈഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വാട്ടർഫോൾസിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. ജീപ്പ് റൈഡിൽ മാത്രമേ ആക്സസ് ഉള്ളൂ കേട്ടോ, അല്ലാതെ നമുക്ക് നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ജീപ്പ് റൈഡിന് പോകുമ്പോൾ നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ എഴുതി വെച്ച കറക്റ്റാണ്, ടീ ട്രെയിൽ, അതായത് മൊത്തം ടീ പ്ലാന്റേഷനാണ്. പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റൂംസ് കണ്ടോ. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ മാനുവർ സ്റ്റോർ, അതായത് വളമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയാക്കിംഗ് ഉണ്ടെന്ന്, അപ്പം അതിനൊരു സൂചന നമുക്കിപ്പോൾ കിട്ടിയതാണ്. അവരുടെ കയാക്കിംഗ് ചെയ്യുന്ന ആ ഒരു ബോട്ടുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ബോട്ടിൽ നിന്നായിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഒരു ചെക്ക് ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതാ അതാണ് ഈ കാണുന്നത് ചെറിയ ചെക്ക് ഡാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്താൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ മിസ്റ്റി മൗണ്ടനിലുള്ള ഫസ്റ്റ് ചെക്ക് ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ നോക്കണ്ട, ഇവർ പറഞ്ഞു നല്ല ആഴം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക. ഉണ്ടോ ഇവിടെ മറ്റേ എന്താ പറയുന്നത്, ബോയാന്നല്ലേ, സേഫ്റ്റി ബോയ, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെയാണ് കയാക്കിങ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതേ അതുവഴിയാണ് വന്നത്. അപ്പോൾ അതുവഴി വന്നു കഴിഞ്ഞ് ദേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടോ, ക്ലൗഡ് ബെഡ് പോലെ
അപ്പോൾ രാവിലെ ഇവിടെ ക്ലൗഡ് ബെഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല, എന്തായാലും വന്ന് നോക്കണം. നല്ല ഫോഗി ആയിട്ടൊക്കെ മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ആ മലകളുടെയൊക്കെ അപ്പുറത്ത്, ആ ഒരു വാലിയുടെ അപ്പുറത്ത് നല്ല രീതിയിൽ നമുക്കവിടെ സൂര്യനാസ്തമയം അവിടെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ ഒരു കളറ്. പക്ഷേ താഴെയൊക്കെ കണ്ടോ നല്ല ഫോഗി ആയിട്ട് കിടപ്പുണ്ട്, നല്ല മൂടി. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയായിരുന്നു കണ്ടോ. സൂപ്പറല്ലേ? ഒരു ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതോ അങ്ങ് റോഡാണ് കേട്ടോ. അതോ അവിടെ വണ്ടികളൊക്കെ വരുന്നതിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. എനിക്കിവിടെ നേരിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ആ ഭാഗത്തൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെയാണ് ഈ കോടമഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുന്നത്. അതായത് കുറച്ച് മുമ്പേ വരെ, ഒരു അരമണിക്കൂർ മുമ്പേ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ ഒരു കോടമഞ്ഞ്. നമുക്ക് എന്തായാലും ഒരു ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഹാപ്പിയായി. നമ്മൾ മുണ്ടക്കയം സ്വദേശിയായ മനുച്ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും എന്താ ജീപ്പ് റൈഡിന് പോവുകയാണേ. കുറച്ചേരം നിൽക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് കോട മാറി. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴോട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ, ഈ മലയുടെ ഞങ്ങൾ നിൽക്കുന്നത്. ഉണ്ടോ, നല്ല ബ്ലൂ സ്കൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ജീപ്പ് കൊണ്ടുവന്ന മനുച്ചേട്ടൻ ഇതൊരു ഇല ഉണക്കുന്ന സ്ഥലമാട്ടോ. അപ്പോൾ അവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരാം. നോക്കി പതുക്കെ ഇറങ്ങിയാൽ മതിയേ. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചിറങ്ങണം. ഓ അതല്ലേ, സ്കീയിങ് ആണ്. അതിനകത്ത് കൊണ്ടിട്ടുണ്ടല്ലേ. ഇതത് ജസ്റ്റ് ഇതെന്തോ ഇതെന്തോ പൈപ്പിൽ ഇത് നമ്മൾ കഴുകിയിട്ട് അതിനകത്ത് ഇങ്ങോട്ട് വരും. ഏലം കായ കൊണ്ടുവന്നിട്ട് കായ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഈ പൈപ്പിനകത്ത് ഇങ്ങോട്ട് വരും. നേരെ അതിനകത്തോട്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന ചെറിയ ഓഫ് റോഡ് തുടങ്ങി. ടാറിട്ട റോഡില്ല. ഇതല്ലേ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കയറി പോകണം. ഓഹോ, റിവർ ക്രോസിംഗ് ആണ്. നമ്മൾ രാവിലെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിത് നേരെ വാട്ടർഫോൾസിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. നമ്മളൊരു റിവർ ക്രോസിങ് കഴിഞ്ഞു. അതല്ല യഥാർത്ഥ വാട്ടർഫോൾസ്. അവിടെ കുളിക്കണമെങ്കിൽ അവിടെ കുളിക്കാം. പക്ഷേ നമ്മൾ ഇവിടുത്തെ വാട്ടർഫോൾസ് ഉള്ള ഒരു പോയിന്റിലേക്ക് പോവാം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതെ, നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പിള്ളേർക്ക് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, ചെറിയ രീതിയിൽ ഒഴുക്ക്. ഇത് അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇതല്ല വാട്ടർഫോൾസ്, ഞാൻ മുമ്പോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ റിവറൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ വന്നത്. ഇത്രയും മഴ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളം കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാകത്തില്ല. അങ്ങോട്ട് ഞാൻ മുമ്പോട്ട് പോയി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ തേടി വന്ന ആ വാട്ടർഫോൾസ്. നിങ്ങൾക്ക് കാണാമോ? കാണാം. ഇതാ കണ്ടാവും. നല്ല ഫോഗും ഒക്കെ ആയിട്ട്, അതായത് ഫോഗെന്നല്ല പറയണ്ടേ, എനിക്കൊന്ന് മിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റായിരിക്കും. ആ വെള്ളം വീണ് നല്ല മിസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇത് മഴക്കാലത്താണ് ഇത്രയും ശക്തിയായിട്ട് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടാവില്ല കേട്ടോ.
കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അവിടെ അതുപോലെ ഇവിടുത്തെ ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ് ഈ ആംബിയൻസ് തന്നെയാണ്, കണ്ടില്ലേ. പിന്നെ ഈ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസോർട്ടിൽ ഏത് റൂംസ്, 2 ടൈപ്സ് ഓഫ് റൂമുണ്ട്. ഏത് റൂംസ് എടുത്താലും കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ ആക്ടിവിറ്റീസ്, കയാക്കിംഗ്, ടീ ഫാക്ടറി വിസിറ്റ്, അതുപോലെ ഈ ഒരു ട്രക്കിംഗ് ഉണ്ട്. മൈൽ ട്രക്കിംഗ് നമ്മൾ തനിയെ ചെയ്യുന്നതാണ്, ഗൈഡഡ് അല്ല. പക്ഷേ ഒരു രസമാണ്, നമുക്ക് ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിൻ്റ് വരെ നടന്ന് പോയി കാണാൻ പറ്റും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ജീപ്പ് റൈഡിന് എക്സ്ട്രാ 2000 കൊടുക്കണം പെർ ജീപ്പ്. ജീപ്പ് റൈഡിൽ നമ്മളെ വാട്ടർഫോൾസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതെല്ലാം നിർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് സർവീസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമേ ചില കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയുന്നുള്ളൂ. നല്ല രീതിയിൽ ചിരിച്ചൊക്കെ സംസാരിക്കുന്നു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു, നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല ഫുൾ ടൈം റൂമിനകത്തോട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺസിഡർ അവർ അതുപോലെ കൃത്യമായിട്ട് പറയുന്നില്ല, ഇന്ന സമയത്ത് വന്നാൽ ജീപ്പായിട്ട് തുടങ്ങാം, ഇന്ന സമയത്ത് വന്നാൽ ഫാക്ടറി വിസിറ്റ് പോകാം. അപ്പം അങ്ങനെ ഫാക്ടറി അവർ പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം 12 മണിയോടെ അവർ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് കുറച്ച് നേരം കൂടെ ഉള്ളൂ, ജീപ്പ് റൈഡിന് പോയി വരുമ്പോഴത്തേക്കും ഫാക്ടറി കൂട്ടും. അപ്പം ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ തലേ ദിവസം വരുമ്പോൾ തന്നെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് മൊത്തം ഒരു ഓട്ടപ്രദർശനം പോലെ ആയിപ്പോയി. അപ്പം ഓഫ്കോഴ്സ് മഴ ഒരു ഫാക്ടർ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ വരുമ്പോൾ നിങ്ങളിവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര മഴ ഇല്ലാത്തൊരു സമയം ചൂസ് ചെയ്താൽ എല്ലാ ആക്ടിവിറ്റീസും എൻജോയ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വരുന്ന ദിവസം മഴയാണെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം അങ്ങ് പോകും, അല്ലെങ്കിൽ പിന്നെ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അത് ഈ പറയുന്ന പോലെ ഒരു റൂമിന് 7000 ആണ്. അപ്പം ഒന്നിൽ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ മനസ്സിലായി, അത്രയും ഒരു പ്രീമിയം ടൈപ്പ് പ്ലാന്റേഷൻ റിസോർട്ടാണ്. ഫുഡും അതുപോലെ എനിക്കൊരു ഭയങ്കര കിടിലം ഫുഡായിട്ട് തോന്നിയില്ല. കാരണം ഇവരുടെ കോമൺ റെസ്റ്റോറൻറ്റിന് അത്യാവശ്യം നല്ല റിവ്യൂസാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. പക്ഷേ ഞങ്ങൾ ഡിന്നർ അവിടെ നിന്ന് കഴിച്ചു, ഒരുപാട് വലിയ വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഇതിന് മുമ്പ് റിസോർട്ടിനകത്തുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇതിന് നല്ല ടേസ്റ്റി ഫുഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൂപ്പർ ഫുഡൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഡിന്നർ വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരുന്നു, കുറച്ചുകൂടെ സ്പ്രെഡ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഫുഡ് ഒരു എബോ ആവറേജ് എന്ന് പറയാം, മോശം എന്നല്ല, എന്നാലും കുറച്ചുകൂടെ അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത്രേ ഉള്ളൂ. നല്ല റേറ്റിന് ഒത്ത ഫുഡായിട്ട് എനിക്ക് തോന്നിയില്ല അത്ര. അപ്പോൾ നമ്മുടെ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻ റിസോർട്ടിലെ ഞങ്ങളുടെ സ്റ്റേയുടെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.